ഊട്ടി നമ്മൾ നല്ല തണുപ്പാണെന്ന് വിചാരിച്ചു വന്നപ്പം ഇവിടെ മരുഭൂമിയിലെ കൊടും ചൂട് അനുഭവിക്കുന്ന കാഴ്ചയാണ് മക്കളെ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്കിപ്പം തണുത്ത വെള്ളം എടുത്ത് വെള്ളം മേലൊഴിക്കേണ്ട അവസ്ഥയാണുള്ളത്. വളരെ ഇതിലേറെ തണുപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു വിചാരിച്ചു വന്ന് നോക്കുമ്പോ ഈ സാധനമൊക്കെ വെറുതെ ഇട്ടു. എല്ലാം അയച്ചു മാറ്റൂ. എന്തൊരു ചൂട്. നട്ടുച്ചക്ക് ഊട്ടി ആഘോഷിക്കാൻ വന്ന ഊട്ടിപ്പട്ടണം മൊല്ലമ്പാടാ രണ്ട് വിചക്ഷണന്മാർ. ഏതായാലും ഇതിന്റെ മുകളിലോട്ട് കൊടും ചൂട് കാരണം യാത്ര ഞങ്ങൾ ഒഴിവാക്കുകയാണ്. പകരം ഞങ്ങൾ ഊട്ടിയിൽ വന്നത് ഇതിലും നല്ലത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നതായിരുന്നു തോന്നുന്നുണ്ട്. ചൂട് കൂടി വരികയാണ്. ഇതിലും നല്ലത് വീട്ടിനുള്ളിലെ ഫ്രിഡ്ജിനുള്ളിൽ കയറി ഇരിക്കുന്നതായിരുന്നു എന്നാണ് തോന്നുന്നത്. അയ്യോ, ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് മിക്സഡ് ആക്കിയിട്ടുള്ള ഒരു സംഭവവും ഇതിനെന്താണ് വില? 280 ആണ് ഈ പിക്ക്. നമുക്കൊരു റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി 280 ചിലവാക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് തുച്ഛമായ വിലയിൽ കിട്ടുന്ന മിക്സഡ് ഫ്രൂട്ട് അടിപൊളിയാണ്. പകൽക്കോട് മണ്ട് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ കൊടും വെയിലത്ത്, പക്ഷെ ചൂടുണ്ടെങ്കിലും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ മാഷേ? ആ, ചൂടത്ത് തണുപ്പുണ്ട്. സൂര്യപ്രകാശത്തിന് തണുപ്പ് നൽകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നൊരു. ഇന്ന് ഈ കുന്ന് കയറി വരുന്ന ലക്ഷങ്ങളെയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, കൊടും ചൂടത്ത് ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് എത്തിപ്പെടുക എന്നാണ് അല്ലേ? നമ്മൾ വരാതിരുന്നത് നഷ്ടമായല്ലേ? ചൂടാന്ന് വിചാരിച്ച് മുകളിൽ കയറിയില്ല, നഷ്ടമാവേ. ചൂടത്തും തണുപ്പ് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ദൗത്യം അതാ. നമ്മളെ കൊടും ചൂട് എന്ന് പറയുമ്പോൾ ഒരു വെറുപ്പാണല്ലോ. അതിനിടയിൽ നമ്മളെ മനസ്സിൻ്റെ സന്തോഷം കാത്തു സൂക്ഷിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ മാഷേ, ഈ കൊടും ചൂടത്ത് ഈ മുകളിലോട്ട് വരാൻ നമ്മൾ മടിച്ചിരുന്നെങ്കിൽ നമ്മൾ നഷ്ടമായേനെ. കാരണം ഇവിടെ ചൂടാണെങ്കിലും തണുപ്പാണ്. കൊടും ചൂടിലും തണുപ്പുണ്ട് നമുക്കിവിടെ. അതെ, സന്തോഷം. ജീവിതം എന്ന പ്രശ്നങ്ങൾ കൊടും ചൂടായി വരുമ്പം നമ്മളെ ആന്തരിക സമാധാനം എന്ന തണുപ്പുമായിട്ട് നമ്മൾ ലോകത്തോട് മുന്നേ ഓക്കെ വളരെ ഹാപ്പിയായി നിൽക്കുന്ന ഫ്രം വേർ യു ആർ. ഓക്കെ, എൻജോയ്. ഇവിടെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരും നമുക്ക് കാണാം. നമ്മൾ ഓൾ ഇന്ത്യ, ഓൾ വേൾഡ് എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെ ഒരു സിനിമ. പല യാത്രകളും നമ്മൾ വേണ്ടെന്ന് വെക്കും, പക്ഷേ അവസാനം നമ്മൾ പോയില്ലെങ്കിൽ അത് നഷ്ടമായി തോന്നും അല്ലേ മാഷേ? ഈ യാത്രങ്ങൾ വന്നില്ലായിരുന്നു നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ലേ? കാരണം നമുക്ക് ഇതിൻ്റെ ഒരു അനുഭവമാണ്, എക്സ്പീരിയൻസ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് വരുന്നത്, അല്ലാണ്ട് സ്ഥലം കാണാൻ വേണ്ടിയല്ല. സ്ഥലം കാണാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിലൂടെ തന്നെ നമുക്ക് കാണാം. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഇതാ കണ്ടോ, എന്താ രസം. ഇത് എക്സ്പീരിയൻസ് ആണ്. തളിരിട്ട താഴ്വരകൾ താലമേന്തവേ, തണുവണി കൈകളുള്ളം ആർദ്രമാക്കവേ, മുകുളങ്ങൾ ഇതളണിയേ, കിരണമം കതിരണിയേ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ മതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളം തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മാഷ സമ്മതിച്ചു കേട്ടോ. എവിടെ ചെന്നാലും ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു പാട്ട് തലേന്ന് ഉദിക്കും. ഗ്രേറ്റ്. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി.
ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ. താങ്ക് യു. ഇത്രയും വലിയ കഴിവുണ്ടായിട്ട് ഹൈഡ് ചെയ്ത് വെക്കാന്നതാണ്. ആരെങ്കിലും ഒരു പാട്ട് പാടാൻ ചോദിച്ചാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അടുത്തുള്ള ആളെ നമുക്ക് കഴിവ് കിട്ടിയില്ല, നിങ്ങൾക്ക് കഴിവ് കിട്ടി. അതിൻ്റെ സൈക്കോളജി എന്താണെന്ന് അറിയോ? എന്നേക്കാൾ മികച്ചത് നീയാണ്, നിനക്ക് പാടാൻ കഴിയും, നീ പറ എന്നുള്ളതാണ്. ആര് ചോദിച്ചാലും നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കണം. മനസ്സിലായോ? ഒരു ക്ലാപ്പ് കൊടുക്കും, മാഷൊക്കെ ഒരു ക്ലാപ്പ് കൊടുക്കും. സ്കൂളിൽ നിന്ന് ടീച്ചർ ചോദിക്കാറില്ലേ ആരാ ഉത്തരം പറയാ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം അറിയെങ്കിലും ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലും പറഞ്ഞോട്ടെ ഇരിക്കാറില്ലേ? എന്തുകൊണ്ടാ? കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടാണ്. എന്നേക്കാൾ മികച്ചവർ ചുറ്റുമുണ്ട്, അതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ എന്നുള്ള ധാരണ ഉണ്ടാകും. അങ്ങനെ ആരുമില്ല. നമ്മൾ തന്നെയാണ് ഏറ്റവും മികച്ചവർ. നമ്മൾ ഏറ്റവും മികച്ചവരാരാ? നമ്മൾ തന്നെയാണോ? അല്ലേ? പറയൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാ? നമ്മളെ തന്നെ അല്ലേ? നമ്മൾ പറയാം അച്ഛനെയാണ് അമ്മയാണെന്നൊക്കെ പറയും. നമ്മൾ പറയാം നമുക്ക് വേദനയ്ക്ക് നമുക്ക് പറ്റും, നമ്മളെ കാലൊടിഞ്ഞു നമുക്ക് പറ്റുമോ, നമ്മളെ തല മുറിഞ്ഞു നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. നമ്മളാണ് ഏറ്റവും കൂടുതൽ. ഒരു മോട്ടിവേഷൻ ട്രെയിനർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ കേരളത്തിലെ മക്കളെ കാണുന്നതാണ്. ഒരു കാര്യം ഒരാൾ ചോദിച്ചാൽ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ പറയാം. മറ്റേ ആളെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കരുത്. നീ പറ മനസ്സിലായല്ലോ? അത് ഇന്നത്തോടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങൾക്കൊരു സ്പാർക്കായിരിക്കണം, നിങ്ങളുടെ ലൈഫ് സൂപ്പർ ആവട്ടെ. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഒരു ഡോക്ടറും ഒരു സൈക്കോളജിസ്റ്റും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത്. ഓക്കെ, പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? ഒരാളെ ചോദിക്കുമ്പോ അവൻ പാടും ഇവൻ പാടുന്നു പറയരുത്. നമുക്ക് പാടാൻ നീ പാടാൻ വിചാരിച്ച പാട്ട്, ഒരു വരി പാടി എല്ലാരും പാടാൻ വിചാരിച്ച പാട്ട് ഏതാ? பாத்துக்க நான் இங்க காதிருக்க நெஞ்சு ஏங்கிருக்க உன்னைத்தான பாத்துக்க தாண்டி வந்திய காதல காமிப்ப நானா என் மூச்சவ பேசலும் அழகவ என் നമ്മൾ ഇതിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ. ക്ലൈമാക്സിൽ മഞ്ഞ് തണുപ്പ്, എന്തൊരു രസമാണ് നിലാവ്, എന്തൊരു രസമാണ് സന്ധ്യ. ഏതായാലും നമ്മൾ വളരെ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഊട്ടിയിൽ എത്തിയിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ വളരെ തണുത്ത് വിറങ്ങലിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ തണിച്ച് വെറുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം നമ്മളിവിടെ സമാപനം കുറിക്കുകയല്ല, വളരെ അടിപൊളിയായിരുന്നു. ഏതായാലും മാഷെ ഇവിടെ വന്നപ്പോഴേക്ക് ഇവിടെ കോടം മുഴുവനും മൂടിയിരിക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. സൗണ്ടിനൊക്കെ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. വീഡിയോ ആരോ കാണുന്നുണ്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഏതെങ്കിലും കമോൺ, നമ്മളെ ഇതല്ലേ എന്ത് താനൂര് മോങ്ങത്തെ കുട്ടികളാണ് ഇവിടെ നമ്മാനമാടി നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷേ നമ്മൾ ഇതിൽ നേതെടുക്കുമെന്ന കൺഫ്യൂഷനിലാണ്. ഇതെന്താണ്? പൈനാപ്പിൾ പച്ച പൈനാപ്പിളാണ്. ദിസ് ഈസ് സ്വീറ്റ് പൈനാപ്പിൾ. കാരണം നമ്മളുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഊട്ടിയിൽ പേപ്പർ ബോട്ടിലാണ് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. നമ്മൾ വിചാരിച്ചത് തൈരാന്നായിരുന്നു അല്ലേ?